നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ ഇപ്പോൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏറ്റവും അധികം മതനിരപേക്ഷത, മതേതരത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കക്ഷികളും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? അവരിപ്പോൾ മതം, ജാതി, വർഗം, വർണ്ണങ്ങൾ തിരിച്ച് ജാതി സമവാക്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ടുള്ള വീതം വയ്പ്പാണ് നടത്തുന്നത്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മിക്കവാറും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇതാണ് നടത്തുന്നത്. എന്നാൽ ഇവർ മതത്തിനും ജാതിക്കും എതിരാണ് തങ്ങളെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇത് വലിയ ഒരു ഇരട്ടത്താപ്പല്ലേ? ആണ്. സത്യത്തിൽ നമുക്കറിയാവുന്നതും എന്നാൽ നമ്മൾ ചർച്ച ചെയ്യാത്തതുമായ കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രസക്തവും സജീവവും ആയ ഒരു ചർച്ചാ വിഷയമാണ് ഇത്. പുരോഗമന കേരളം, മതേതര കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അണിയറയിൽ ജാതിയും മതവും നിർണായക സ്വാധീനം ചെലുത്തുന്നു എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇതൊരു ഇരട്ടത്തപ്പാണോ എന്ന് ചോദിച്ചാൽ ആദർശപരമായി നോക്കുമ്പോൾ അതെ എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇതിനെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജയസാധ്യത, വിന്നബിലിറ്റി എന്നാണ് പാർട്ടികൾ വിശേഷിപ്പിക്കാറുള്ളത്. ഈ വൈരുദ്ധ്യത്തെ നമുക്ക് ഇനി പറയുന്ന രീതിയിൽ സമർത്ഥിക്കാം. ഒന്നാമത്തെ കാര്യം ജയസാധ്യത എന്ന ഘടകമാണ്, വിന്നബിലിറ്റി ഫാക്ടർ. ഏത് പാർട്ടിയായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷമുള്ള സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വോട്ടുകൾ ഏകീകരിക്കാൻ എളുപ്പം ആകും എന്ന് പാർട്ടികൾ വിശ്വസിക്കുന്നു. തത്വത്തിൽ മതേതരത്വം പറയുമ്പോഴും വോട്ട് ബാങ്കുകളെ പിണക്കാതിരിക്കുവാൻ പാർട്ടികൾ നിർബന്ധിതരാകുന്നു. രണ്ടാമത്തെ കാര്യം സമുദായ സംഘടനകളുടെ സമ്മർദ്ദമാണ്. കേരളത്തിൽ SNDP, NSS, ക്രൈസ്തവ സഭകൾ, അതുപോലെ മുസ്ലിം സംഘടനകൾ, ഇവയ്ക്കൊക്കെ വലിയ സ്വാധീനമുണ്ട്. തങ്ങളുടെ പ്രതിനിധികൾ അധികാരത്തിൽ വരണമെന്ന് ഈ സമുദായങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയത്തെ നേരിട്ട് ബാധിക്കുന്നു. ഇത് ഞാൻ 2-3 ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാം. മലപ്പുറം ജില്ലയുടെ കാര്യം തന്നെ എടുക്കൂ. ഇവിടെ മുസ്ലിം ലീഗിനും ഇടതുപക്ഷത്തിനും ശക്തമായ സ്വാധീനമുണ്ട്. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും മുസ്ലിം ജനസംഖ്യ കൂടുതൽ ആയതിനാൽ പ്രമുഖ മുന്നണികൾ മിക്കവാറും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് മത്സരിപ്പിക്കാറുള്ളത്. പൊന്നാനിയിലോ മലപ്പുറത്തോ ഇതര സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ സാധിക്കില്ല എന്നൊരു ധാരണ പാർട്ടികൾക്കുണ്ട്. മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം പോലും മഞ്ചേരിയിലും പൊന്നാനിയിലും പലപ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി സമുദായത്തിന് സ്വീകാര്യർ ആയവരെ നിർത്താറുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വന്നാൽ തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നായർ സമുദായത്തിന് നിർണായകമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും ഇവിടെ നായർ സമുദായത്തിൽ നിന്നുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. നേമത്ത് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട ത്രികോണ മത്സരങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ജാതി പരിഗണന ഒരു പ്രധാന ഘടകമായിരുന്നു. അതുപോലെ തന്നെ പാറശാല പോലുള്ള മണ്ഡലങ്ങളിൽ നാടാർ സമുദായത്തിന്, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും, പ്രാമുഖ്യം നൽകുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി മധ്യ കേരളത്തിലേക്ക് വന്നാലോ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ ജില്ലകളിലെല്ലാം ക്രൈസ്തവ സഭകൾക്കുള്ള സ്വാധീനം സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുന്നു. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ലയനങ്ങളും അവരുടെ പിളർപ്പും അതുപോലെ പലപ്പോഴും ഇതെല്ലാം സഭാ താല്പര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ കൊച്ചി മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിനെ വെട്ടി എങ്ങനെയാണ് മിനിമോൾ വന്നത് എന്നത് എല്ലാവർക്കും അറിയാം. ജാതി സമുദായ സംഘടനകളുടെ സ്വാധീനം അത്രമാത്രം വലുതാണ് പ്രബുദ്ധ കേരളത്തിൽ. മറ്റൊരു അർത്ഥത്തിൽ നമ്മുടെ ജനതയുടെ മനസ്സിലേക്ക് മതവും ജാതിയും അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമല്ലേ ഇത്? മതവും ജാതിയും മനസ്സിലില്ലാത്ത ഒരാളുടെ ഉള്ളിലേക്ക് നമ്മൾ മതവും ജാതിയും കുത്തിവെക്കുന്ന ഒരു നടപടിയാണിത്. മതം, ജാതി, വർണ്ണ, വർഗ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ട രാഷ്ട്രീയ കക്ഷികൾ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ആശാസ്യമായ ഒരു നിലപാടല്ലല്ലോ, ആണോ? യഥാർത്ഥത്തിൽ ജനമനസ്സിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ ഈ ജാതി ചിന്തയും മതചിന്തയും കുത്തി നിറയ്ക്കുന്നത്? മലപ്പുറം ജില്ലയിൽ മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെയോ തിരുവനന്തപുരത്ത് ഹിന്ദു അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയോ പറ്റി ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രം അല്ലേ ജാതി ചിന്തകൾ നമ്മളുടെ മനസ്സിൽ നിന്നും മാറുകയുള്ളൂ. ഓർത്തഡോക്സുകാർക്ക് മേൽക്കൈയുള്ള ഇടത്ത് ഓർത്തഡോക്സുകാർ, ഇനി ലത്തീൻകാരാണെങ്കിൽ അങ്ങനെ, നായരാണെങ്കിൽ അങ്ങനെ, ഈഴവരാണെങ്കിൽ അങ്ങനെ, അങ്ങനെ അങ്ങനെ ഇനി നാടാരാണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം സത്യത്തിൽ മാറേണ്ടതല്ലേ? രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഈ നിലപാട്
സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മത വേർതിരിവുകളെ ഇല്ലാതാക്കുന്നതിന് പകരം അവയെ സ്ഥാപനവൽക്കരിക്കാനും ദൃഢമാക്കാനുമാണ് സഹായിക്കുന്നത്. ഇതിനെ ഇനി നമുക്ക് വേറൊരു രീതിയിൽ വിശകലനം ചെയ്യാം. ഒന്നാമത്തെ കാര്യം കൃത്രിമമായ ഒരു ബോധനിർമ്മിതിയാണ്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരനായ ഒരു വോട്ടർ ചിലപ്പോൾ സ്ഥാനാർത്ഥിയുടെ വികസന കാഴ്ചപ്പാടോ വ്യക്തിത്വമോ നോക്കി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ജാതിക്കാരനായ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ മറ്റേ ജാതിക്കാർ ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ നിഷ്പക്ഷനായ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പോലും എൻ്റെ സമുദായം എന്ന അരക്ഷിതാബോധം ഉണ്ടാകുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു കെണിയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയ്ക്ക് എതിരാണ്. ജനാധിപത്യം എന്നത് പൗരന്മാരുടെ തുല്യതയിലാണ് അധിഷ്ഠിതമാകേണ്ടത്. എന്നാൽ സ്ഥാനാർത്ഥികളെ അവരുടെ കഴിവിനേക്കാൾ ഉപരി അവർ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് നോക്കി നിശ്ചയിക്കുമ്പോൾ അവിടെ ജനാധിപത്യം ജാതി മേധാവിത്വത്തിന് വഴിമാറുന്നു. മലപ്പുറത്ത് ഒരു ഹിന്ദുവിനെയോ തിരുവനന്തപുരത്തെ നായർ ഭൂരിപക്ഷ മണ്ഡലത്തിൽ ഒരു മുസ്ലിമിനെയോ മത്സരിപ്പിക്കാൻ മടിക്കുന്നത് ജനങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് തങ്ങൾ സൃഷ്ടിച്ചു വെച്ച വോട്ട് ബാങ്ക് സമവാക്യങ്ങൾ തകരുമോ എന്ന ഭയം കൊണ്ടാണ്. മാറ്റം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്തൊരു ഹിന്ദുവിനെയോ കോട്ടയത്തൊരു മുസ്ലിമിനെയോ തിരുവനന്തപുരത്തൊരു ക്രൈസ്തവനെയോ നിർത്തിയാൽ ജനം തോൽപ്പിക്കുമോ? ഇല്ല എന്നാണ് ചരിത്രം നമുക്ക് പലപ്പോഴും കാണിച്ചു തന്നിട്ടുള്ളത്. ഇടതുപക്ഷം മുൻപ് പലതവണ ജാതി സമവാക്യങ്ങൾ നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ചിട്ടുണ്ട്. നല്ല പ്രതിച്ഛായയുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ ജനം ജാതി നോക്കാതെ വോട്ട് ചെയ്യാറുമുണ്ട്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി അവർ കുറുക്കുവഴികൾ തേടുന്നു. ആ കുറുക്കുവഴിയാണ് ജാതി കാർഡ്. നാലാമത്തെ കാര്യം, ഇത് വർഗീയതയുടെ നോർമലൈസേഷനാണ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കങ്ങൾ പോലും രാഷ്ട്രീയ വിജയത്തിനായി ഉപയോഗിക്കുമ്പോൾ ആത്മീയതയേക്കാൾ ഉപരി സമുദായ സ്പർദ്ധയാണ് അവിടെ വളരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ വരണമെന്ന ചിന്ത ഓരോ ചെറിയ വിഭാഗത്തിലും കുത്തിവെക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയക്കാരാണ്. ഇത് സമൂഹത്തെ ചെറു കഷണങ്ങളായിട്ട് വിഭജിക്കുന്നു. എന്താണ് ഇതിന് പരിഹാരം? രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമായി ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാറ്റം വരണം. സ്ഥാനാർത്ഥിയുടെ ജാതിയല്ല, അവരുടെ കഴിവും നിലപാടുമാണ് വലുത് എന്ന് വോട്ടർമാർ തെളിയിക്കണം. സ്ഥാനാർത്ഥികളെ മുകളിൽ നിന്നും കെട്ടിയിറക്കുന്നതിന് പകരം പ്രാദേശിക തലത്തിൽ ജനകീയരായവരെ ജാതി നോക്കാതെ മത്സരിപ്പിക്കാൻ പാർട്ടികൾ തയ്യാറാകണം. ചുരുക്കത്തിൽ പൊതുവേദികളിൽ ജാതിക്കും മതത്തിനും അതീതമാണ് രാഷ്ട്രീയമെന്ന് പ്രസംഗിക്കുമ്പോഴും വോട്ടുപെട്ടിയിൽ വീഴുന്ന വോട്ടിന് ജാതിയുടെ നിറം ഉണ്ട് എന്ന് പാർട്ടികൾക്ക് നന്നായി അറിയാം. ജാതി സംഘടനകളെ പ്രീണിപ്പിച്ചും സമുദായ സമവാക്യങ്ങൾ പാലിച്ചും മാത്രമേ അധികാരത്തിലെത്താൻ കഴിയുള്ളൂ എന്ന ചിന്തയാണ് ഈ ഇരട്ടത്താപ്പിന് അടിസ്ഥാനം. ഇത് കേരളം കൈവരിച്ചതായി നമ്മൾ അവകാശപ്പെടുന്ന സാമൂഹിക പുരോഗതിക്ക് നേരെ പിടിച്ച ഒരു കണ്ണാടി കൂടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയാറുണ്ടെങ്കിലും പലപ്പോഴും സമൂഹത്തെക്കാൾ പിന്നിലാണ് അവരുടെ ചിന്താഗതി. കേരളം പോലെ സാക്ഷരതയും പ്രബുദ്ധതയുമുള്ള ഒരു സംസ്ഥാനത്ത് പാർട്ടികൾ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും കള്ളിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് തികച്ചും അപലപനീയമാണ്. ഇത് മാറണമെങ്കിൽ ജനങ്ങൾ തന്നെ ജാതി സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു കാലം വരണം. രാഷ്ട്രീയ പാർട്ടികൾ ജാതി മത സമവാക്യങ്ങൾ എന്ന രീതി മാറ്റി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ പരീക്ഷിക്കുന്നത് വരെ ഇത് തുടരും. ഇത് വോട്ട് ചെയ്യുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് എന്നാണ് സാധാരണ ഈ രാഷ്ട്രീയക്കാർ പറയുക. എന്നാൽ സത്യം മറിച്ചാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ജാതി സമവാക്യങ്ങളും മാത്രമാണ് എക്കാലത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്തൊരു അമുസ്ലിമിനെയോ, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ളിടത്ത് ഒരു അക്രൈസ്തവനെയോ, ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് ഒരു അഹിന്ദുവിനെയോ പരീക്ഷിക്കാൻ എന്ന് ഇവർ തയ്യാറാകുന്നു. അന്ന് മാത്രമേ ഇത് മാറുകയുള്ളൂ. പാർട്ടികൾക്ക് വോട്ട് ബാങ്കുകളെ ഭയമില്ലാതെയാകുമ്പോൾ മാത്രമേ അവർ യഥാർത്ഥ മതേതര നിലപാടുകളിലേക്ക് മടങ്ങുകയുള്ളൂ. അതുവരെ ഇവർ പറയുന്നതെല്ലാം നുണ മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ആരും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.